ഹലോ, ഇന്നത്തെ വീഡിയോ എന്തുവെന്ന് വെച്ചാലേ ഞാനാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ മുറിയൊക്കെ കുറച്ചൊന്ന് തൂത്ത് വൃത്തിയാക്കി ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ ജനലുകളെല്ലാം തുറന്നപ്പോഴത്തേന് കണ്ട സാധനമാണ് കേട്ടോ. ഈ കരിവണ്ടാണെങ്കിൽ ഇപ്പം നല്ല മഴ സമയമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ മഴ സമയം ആയതുകൊണ്ട് ഈ കരിവണ്ട എല്ലാം കൂടെ കയറി ഈ ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ജനൽ അങ്ങനെ അധികം തുറക്കാത്തത് കൊണ്ട് ഇതെല്ലാം കയറി ജനലിൻ്റെ അകത്തിട്ട് നമ്മൾ കാണത്തുമില്ല. പിന്നെ എപ്പോഴെങ്കിലും ജനലൊന്ന് മാറാലൊക്കെ അടിക്കാനായിട്ട് ഒന്ന് തുറക്കുമ്പോഴാണ് ഈ കരിവണ്ട എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് കേട്ടോ. എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പം കൂടുതൽ ഇവിടെ അധികമായിട്ട് എയർ ഹോൾ വലുതായിട്ട് നമുക്ക് ഇല്ല കേട്ടോ. റൂമുകളിലായാലും വലുതായിട്ട് എയർ ഹോളൊന്നും ഇട്ടിട്ടില്ല. ചെറിയൊരു സുഷിരം ഇട്ടിട്ട് അതിൽ നെറ്റൊക്കെ അടിച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ റൂമിൻ്റെ അകത്ത് അത്ര വരത്തില്ല. പക്ഷേ ഈ ജനലിൻ്റെ സൈഡുകളിലും കതവിൻ്റെ സൈഡുകളിലൊക്കെയാണ് ഈ കരിവണ്ട് ഇങ്ങനെ കയറിയിരിക്കുന്നത് കേട്ടോ. അതിന് ഒരു ഭാഗത്തുനിന്ന് തൂത്ത് വരുമ്പോഴത്തേനും ഒരു ഭാഗത്തുനിന്ന് അത് ഭിത്തിയിലോട്ട് കയറും. പിന്നെ എങ്ങനെ കണ്ടൊക്കെ പെട്ടെന്ന് തൂത്ത് വാരി അതിനെ കൊണ്ട് താഴെ കളഞ്ഞ് പിന്നെ ഞങ്ങളുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനുശേഷം ഒന്ന് തുടച്ചൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഞാൻ പോയതിന് ശേഷം ഞാൻ പോയപ്പോൾ കുറേ തുണികളൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോഴത്തേന് ഞാൻ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി കുറേയൊക്കെ ഇട്ടിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. അതാണ് ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഇളയ പുത്രൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ ആ ഒരു സൈഡിലോട്ട് കിടത്തിയിട്ട് ഞാൻ പിന്നെ ഇതെല്ലാം വാരിയിട്ട് എല്ലാം ഒന്ന് നല്ല നീറ്റായിട്ടൊന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തുണികളില്ലേ എന്ന് വിചാരിക്കുകയും ചെയ്യും. പക്ഷേ ഇത്രയും തുണികൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇത്രയും തുണികൾ എനിക്കുണ്ടാ. എന്നിട്ട് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകുന്നില്ലല്ലോ. ഇത് എത്രയോ ഒരുപാട് മേടിച്ച് വെച്ചാലും നമ്മൾ എങ്ങോട്ടും പോകണില്ലല്ലോ ഇതിട്ടുകൊണ്ട് പോകാനായിട്ട്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും സ്കൂളിലോ കോളേജിലോ അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്നും ഓരോ ദിവസം മാറി മാറി ഇട്ടുകൊണ്ട് പോകാനുള്ള സംഭവം ഉണ്ടെന്ന് നോക്കാം. ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ച കേട്ടോ മോന് ABCD. അത് ഞാൻ ഇതുവരെ അവനെ എടുത്ത് കൊടുത്തിട്ടില്ല. കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അക്ഷരങ്ങളും എഴുതി അയ്യത്തെറിയും. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ കൊടുക്കേണ്ടെന്ന് വിചാരിച്ചത് അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ മടക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഏകദേശം കുറച്ചൊക്കെ മടക്കി വെച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ജോലികൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മടക്കിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മൂത്ത പുത്രം അവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ മടക്കി വെക്കുന്ന എല്ലാം ഒരുവിധം ഒരു സൈഡിൽ നിന്നേ പൊളിച്ചടിക്കൊണ്ട് വന്നേനെ. ഞാൻ എപ്പോഴും വിചാരിക്കും തുണിയൊക്കെ ഇത്ര ഇരിക്കുന്ന പഴയതൊക്കെ എടുത്ത് വീട്ടിലിടാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എടുക്കുമ്പോഴെല്ലാം നല്ല തുണികളായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ടൊന്നും കളയാൻ തോന്നില്ല. എല്ലാം അതേപോലെ പിന്നെ എടുത്ത് മടക്കി അങ്ങനെ വെക്കും. എന്തോ എനിക്ക് തുണികൾ അങ്ങനെ കളയുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. മോശമായാലും ഞാൻ ഏതെങ്കിലും ഒരു ബാഗിലിട്ട് വെക്കും. പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും അത് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് കൊണ്ടുവെക്കും. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ കളയാതെ അങ്ങനെ വെച്ചേക്കും. പിന്നെ ഞാൻ ഏകദേശം ഒരുവിധമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ. ഈ 2 ബാഗുകളിലായിട്ട് ഒന്ന് ഇളയാക്കളുടെ ഡ്രസ്സും മൂത്താക്കളുടെ ഡ്രസ്സുമാണ് കേട്ടോ. ഇതെല്ലാം ഇത്രയും വൃത്തിയാക്കി എടുത്തപ്പോൾ തന്നെ എൻ്റെ ഒരുവിധം കപ്പാസിറ്റി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് മടക്കി കഴിഞ്ഞപ്പോഴാണ് മൂത്ത പുത്രം വന്നിടുന്ന് ഉറങ്ങി. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.